ചില ദിനങ്ങളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ക്ഷേത്രങ്ങൾ സ്വപ്നത്തിൽ വരാറുണ്ടല്ലേ? ചിലർക്കെങ്കിലും ഈ ക്ഷേത്രങ്ങൾ സ്വപ്നം കാണുന്നത് നല്ലതാണോ അതോ അത് ദോഷം ചെയ്യുന്നുണ്ടോ എന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ക്ഷേത്രങ്ങൾ സ്വപ്നം കാണുന്നത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്രങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് പൊതുവെ വളരെ നല്ല സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നത് ആത്മീയത, സമാധാനം, ശുദ്ധീകരണം, ദൈവിക ബന്ധം എന്നിവയുടെ എല്ലാം പ്രതീകമാണ്. എന്നാൽ സ്വപ്നത്തിൽ നിങ്ങൾ കണ്ട സാഹചര്യം അനുസരിച്ച് ഇതിന് പല അർത്ഥങ്ങളിലും മാറ്റങ്ങൾ വരാം. ക്ഷേത്രങ്ങൾ സ്വപ്നങ്ങളിൽ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ആത്മീയ ഉണർവ് ഉണ്ടാക്കും. നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ തേടുകയാണെന്നോ അല്ലെങ്കിൽ മാനസികമായി കൂടുതൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നോ ഇത് അർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതിനായി ആത്മീയ പാതയിലേക്ക് തിരിയുന്നുവെന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ പലപ്പോഴും ദൈവാനുഗ്രഹങ്ങളുടെയും ഭാഗ്യത്തിൻ്റെയും സൂചനകളാണ്. നിങ്ങൾക്ക് ഒരു ക്ഷേത്രം സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും. ഇത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരുത്തുമെന്നും നല്ലൊരു കാലം വരുമെന്നുമാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ ആണെങ്കിൽ ഒരു ക്ഷേത്രം സ്വപ്നത്തിൽ കാണുന്നത് ആ പ്രശ്നത്തിൽ നിന്നും മോചനം ലഭിക്കും എന്നതിൻ്റെ സൂചനയാണ്. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിൻ്റെയോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതിൻ്റെയോ അടയാളമാണ് കേട്ടോ. ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരു സ്വപ്നമാണിത്. അതുപോലെ തന്നെ ക്ഷേത്രം സ്വപ്നം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം നടത്താനോ ഉള്ളൊരു ആഹ്വാനമായിരിക്കും. നിങ്ങളുടെ ഇഷ്ടദേവന്റെ സാന്നിധ്യം നിങ്ങളെ അവിടത്തേക്ക് ആകർഷിക്കുന്നു എന്നതിൻ്റെ സൂചനയായാണ് ഇതിനെ കണക്കാക്കാം കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ പോകാത്ത ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകാൻ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾ ക്ഷേത്രത്തെ എങ്ങനെ കണ്ടു എന്നതിൻ്റെ അർത്ഥത്തിലും നമുക്ക് ഇതിന് അർത്ഥങ്ങൾ മാറി വരാം. ഉദാഹരണം, ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ ഇത് ആത്മീയമായ ഉണർവിനെയും നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറയുന്നതിനെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഇത് അർത്ഥമാക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സ്വപ്നമാണ് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് കേട്ടോ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വപ്നം കാണുന്നത്. എന്നാൽ തകർന്നതോ പഴയതോ ആയ ക്ഷേത്രമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്ന് ഇത് ചിലപ്പോൾ ആത്മീയമായ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ജീവിതത്തിൽ ചില തടസ്സങ്ങളെയോ ആണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ട പ്രധാനമായ ഒരു കാര്യമാണിത്. നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നാണ് ഈ ഒരു സ്വപ്നം കൊണ്ട് നമുക്ക് ദൈവം മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ക്ഷേത്രത്തിൽ ഉത്സവം അല്ലെങ്കിൽ ആഘോഷമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ സന്തോഷകരമായ സംഭവങ്ങളും ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ്. കുടുംബത്തിൽ സന്തോഷം വരുമെന്നും നല്ലൊരു ഭാവി ഉണ്ടാകുമെന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് കാണുന്നത്, ഭഗവാന്റെ വിഗ്രഹമാണ് നമ്മൾ കാണുന്നത് എങ്കിൽ ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിന് അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു, ആ ദേവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നോ ഒക്കെ അർത്ഥമാക്കുകയാണ് കേട്ടോ ഈ സ്വപ്നത്തിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിലെ മണികൾ കേൾക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ഇത് നല്ലൊരു വാർത്ത കേൾക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ശുഭകരമായ ഒരു സംഭവത്തിൻ്റെയോ സൂചനയാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്വപ്നങ്ങളും ഓരോ സ്വപ്നം കാണുന്നതിൻ്റെയും അർത്ഥങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ഇത് എന്ത് ചെയ്യണമെന്നാൽ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങൾ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ധ്യാനിക്കുക. കുറച്ച് സമയം ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ ആത്മീയ ചിന്തകൾക്ക് ശക്തി നൽകുക തന്നെ ചെയ്യും.
അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരികയും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അമ്പലങ്ങൾ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. നന്ദി.